പ്രേമ, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സമരനാടകങ്ങൾ ശരിക്കും അതിൻ്റെ പിന്നിൽ വിദേശ ശക്തികളാണ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ നമ്മളത് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ചില വസ്തുതകൾ, ഈ സമരം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നതിന് പിന്നിൽ ഇവിടുത്തെ എൻട്രൻസ് കോച്ചിങ്ങുകാർ, അതായത് ഈ പറയുന്ന രീതിയിൽ MBBS എൻട്രൻസിന് പഠിപ്പിക്കുന്ന ഒരുപാട് നിരവധി സ്ഥാപനങ്ങളുണ്ടല്ലോ, അവർക്ക് ഇതിലൊരു പങ്കുണ്ട്. കൂടാതെ ഈ രംഗത്ത് തന്നെയുള്ള സ്വാശ്രയ കോളേജുകളുണ്ട്, അതായത് പ്രൈവറ്റ് കോളേജുകൾ, അവർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറയും. കാര്യം ഇതിങ്ങനെ പിന്നെ പുറകെത്തുമ്പോൾ വാഴ വെട്ടുന്ന പരിപാടി പോലെ എന്തോ ഇതിനകത്തൊരു ഗെയിം നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച്, അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഇപ്പോൾ ഭരണപക്ഷം ആക്ഷേപിക്കുന്നത് ഈ സമരത്തിൽ വൻതോതിൽ വിദേശ ഫണ്ടിങ് നടക്കുന്നുണ്ട്, വിദേശത്ത് നിന്ന് ആരോ ചരട് വലിക്കുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതൊരു രാഷ്ട്രീയ ആരോപണമാണ്. നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് തെളിവുകൾ ലഭ്യമല്ല. ഒരു മറ്റേ ഖാലിസ്ഥാൻ വാദികൻ ഒരു വീഡിയോ പുറത്തുവിട്ടത്, ഓക്കെ, അത് മാത്രമാണ് ഇപ്പോൾ ഒരു തെളിവായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. പക്ഷേ ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്, പുറത്തല്ല, കപ്പലിൽ തന്നെ ഉണ്ട്. അതിന്റെ വാസ്തവം അന്വേഷിച്ച് വരുമ്പോൾ അത് വെറും ഒരു ആശങ്ക മാത്രമല്ല, കുറച്ച് വസ്തുത അതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഒന്ന്, ഈ പരീക്ഷ പേപ്പർ അല്ലെങ്കിൽ ഈ നീറ്റ് അട്ടിമറി നടന്നത് എങ്ങനെയാണെന്ന് ആദ്യം ചിന്തിക്കണം. ഈ എൻട്രൻസ് പരീക്ഷ പരിശീലന നടത്തുന്ന സംഘങ്ങൾ ചേർന്നിട്ട് ഈ ദേശീയ പരീക്ഷ നടത്തിപ്പ് ചുമതലയുള്ള അതിലെ ഒരു കെമിസ്ട്രി അധ്യാപകനെ ചട്ടം കെട്ടി അയാൾക്ക് ലക്ഷങ്ങൾ കോഴ വാഗ്ദാനം ചെയ്ത് കോഴ കൈമാറി ഈ ചോദ്യപേപ്പർ ചോർത്തി, അതിനുശേഷം ഇത് ഓൺലൈൻ വഴി ടെലഗ്രാം വഴി 140 ചോദ്യങ്ങളാണ് പുറത്തു വന്നത്. 150 പേജ്, അതിൽ 140 ചോദ്യങ്ങൾ പുറത്തായി. അപ്പോൾ ഇതും ഈ പുറത്ത് പ്രചരിച്ച ഈ ചോദ്യങ്ങളും യഥാർത്ഥ പരീക്ഷാ ചോദ്യപേപ്പറും തമ്മിൽ കമ്പാരിസൺ നടത്തി ഇതിൽ സാദൃശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരീക്ഷ അതിൽ ക്രമക്കേട് ഉണ്ടെന്ന് സ്ഥിരീകരണം വന്നത്. അത് സർക്കാർ ഏജൻസി തന്നെയാണ് സ്ഥിരീകരിച്ചത്. അപ്പോൾ ഇതിന്റെ പിന്നില് ഈ ചോർത്താനായിട്ട് വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംഘടിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തം. അപ്പോൾ അന്വേഷണ ഏജൻസി തപ്പി ചെല്ലുമ്പോൾ മഹാരാഷ്ട്രയിലുള്ള ഒരു കോച്ചിങ് മാഫിയ, ഒരു കോച്ചിങ് സ്ഥാപനത്തിന്റെ ഉടമ, അയാളാണ് ഈ പരീക്ഷ നടത്തി അതിൻ്റെ ചോദ്യം തയ്യാറാക്കുന്ന കമ്മിറ്റിയിലുള്ള ഒരു കെമിസ്ട്രി അധ്യാപകന് 5 ലക്ഷം രൂപ കൊടുത്ത് ഈ ചോദ്യങ്ങൾ കൈക്കലാക്കിയത്. എന്നിട്ട് ഇവർ ചെയ്ത പരിപാടി, ഇവരുടെ തന്നെ ചില തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ക്ലാസ്സുകൾ നടത്തി ഈ ചോദ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ, ഇത് തെളിവുകൾ സഹിതം അന്വേഷണ സംഘം കണ്ടെത്തിയ സംഗതിയാണ്. ഇവരൊക്കെ ഇപ്പൊ അറസ്റ്റിലാണ്. ഈ കോച്ചിങ് സെന്റർ നടത്തിപ്പുകാരനും അതേപോലെ ഈ ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്ത അധ്യാപകനും ഇപ്പൊ പിടിയിലാണ്. ഇനി കുറെ കൂടി ഗൗരവതരമായ മറ്റൊരു സംഗതി കൂടിയുണ്ട്. 2024 സമാനമായ സംഭവം വന്നിരുന്നു. അന്നും ഈ പരിശീലന സ്ഥാപനങ്ങൾ ആയിരുന്നു സംശയനിഴലിലുണ്ടായിരുന്നത്. കാരണം ഇത് വലിയൊരു മത്സരാധിഷ്ഠിതമായൊരു മേഖലയായിട്ട് ഇതിപ്പോൾ മാറിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും ഈ നീറ്റ് പരീക്ഷാ ഫലം വന്നതിന് തൊട്ടു പിന്നാലെ പ്രമുഖ വാർത്താ മാധ്യമങ്ങളിലും പത്രങ്ങളിലെയും ഫ്രണ്ട് പേജ് പരസ്യം നൽകത്തക്ക തരത്തിൽ സാമ്പത്തികമായി വലിയ മെച്ചമുള്ള പരിപാടിയാണ് ഈ പരിശീലന പരിപാടി. അപ്പൊ ഇതിന്റെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. 58,000 മുതൽ 60,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഒരു വർഷം ഈ പരിശീലന അക്കാദമികൾ രാജ്യത്ത് നടത്തുന്നത്. ഇത് റെക്കോർഡിക്കലായിട്ടുള്ള കണക്കാണ്. അതിൽ ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം 22,000 കോടി മുതൽ 24,000 കോടി രൂപ വരെ നീറ്റ് പരീക്ഷയ്ക്ക്, അതായത് മൊത്തം പ്രവേശന പരീക്ഷയുടെ 35-40% വരെ നീറ്റ് കേന്ദ്രീകരിക്കുക. കാര്യം ഇത് ഗ്ലാമറസ് ആയിട്ടുള്ള പരിപാടിയാണ്, മെഡിക്കൽ പ്രവേശനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മത്സരാധിഷ്ഠിതമാണ്. ഓരോ അക്കാദമികളും അവരുടെ മികവ് കാണിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ യോഗ്യരാക്കിയത് ഞങ്ങളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി എന്ത് പണിയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ ബോധപൂർവം ഈ ചോദ്യപേപ്പർ ചോർത്താൻ അതിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കും. അപ്പോൾ അവരുടെ കഞ്ഞിയിൽ വീഴുന്ന പാറ്റയാണ് ഇപ്പോൾ വരുന്നത്. ഈ നീറ്റിന്റെ നടത്തിപ്പിൽ വലിയ സംശയം വന്നു. അതിന്റെ മൊത്തം നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കാൻ ഉത്തരവ് വരുന്നു. അടുത്ത വർഷം മുതൽ പരീക്ഷകൾ കുറ്റമറ്റതാക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് പരീക്ഷാ സമ്പ്രദായങ്ങൾ വരുന്നു. അപ്പോൾ പല കോച്ചിങ് സെന്ററുകളുടെയും ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാണ്. അവരെല്ലാം തന്നെ ഈ വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കി അസ്വാഭാവികമായ ഫലങ്ങൾ സൃഷ്ടിച്ച പല അക്കാദമികളും ഇപ്പോൾ സംശയനിഴലിലാണ്. അപ്പോൾ അവർ ബോധപൂർവം ഈ സമരം ഇളക്കിവിടാനായിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ടോ
ഒരു സംശയമുണ്ട്. ഇനി കുറെ കൂടി പ്രസക്തമായ സാധനം, ഇതിനിടയിൽ ഈ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് നല്ല റോളുണ്ട്. കാരണം ഈ നീറ്റ് പരീക്ഷ നടത്തിപ്പ് വന്നത് 2016 അന്ന് മുതലാണ് ഇത് സുപ്രീം കോടതി നിർദ്ദേശാനുസരണം ഇത് കർശനമാക്കിയത്. 2013 ഇത്തരത്തിൽ നീറ്റ് എന്ന് പറയാം. എന്തുകൊണ്ട് നീറ്റ്? പണ്ട് കാലത്ത് അതാത് സംസ്ഥാന തലങ്ങളിലായിരുന്നു എൻട്രൻസ് പ്രവേശന പരീക്ഷകൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ പ്രശ്നം, പല സംസ്ഥാനങ്ങളും അവരുടെ പ്രാദേശിക സിലബസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചോദ്യാവലി തയ്യാറാക്കുന്നു. ഒരു കുട്ടിക്ക്, ഇപ്പൊ കേരളത്തിലുള്ള ഒരു കുട്ടിക്ക് തമിഴ്നാട്ടിൽ പോയി എൻട്രൻസ് എഴുതണമെന്ന് വെച്ചാൽ പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു യൂണിഫോമിറ്റി ഇല്ല രാജ്യത്ത്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ഒരു പൊതു സ്വഭാവം ഉണ്ടെങ്കിലും എൻട്രൻസ് പരീക്ഷയ്ക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു യൂണിഫോമിറ്റി ഇല്ല. പലയിടത്തും വലിയ ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്നു. സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവർ ഇതിൽ അനർഹമായി കടന്നുകൂടുന്നു. ഇങ്ങനെ ആക്ഷേപങ്ങൾ, പരാതികൾ നിരവധിയായപ്പോഴാണ് ഒരു ഏകീകൃത സ്വഭാവം വേണമെന്ന തരത്തിൽ 2013 ഇങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ ഇവിടുത്തെ സ്വാശ്രയ മാനേജ്മെന്റുകൾ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ഭരണഘടനാപരമായിട്ട് ആർട്ടിക്കിൾ 30 പ്രകാരം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവർ വാദിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും അതില് ഞങ്ങളുടെ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ ഇഷ്ടാനുസരണം പ്രവേശനം നടത്താനും ഞങ്ങൾക്ക് ഭരണഘടനാനുസൃതമായ അവകാശമുണ്ട് എന്നാണ് അവർ ധരിച്ചു വെച്ചേക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ വാദിക്കുന്നത്. അപ്പൊ ഇതും പറഞ്ഞുകൊണ്ട് 2013 ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി 2013 നീറ്റ് പരീക്ഷ തൽക്കാലം വേണ്ടെന്ന് വിധിച്ചു. 2016 സുപ്രീം കോടതി ചരിത്രപരമായ വിധിയിലൂടെ ഈ നീറ്റ് പരീക്ഷ നടപ്പിലാക്കണമെന്നുള്ള വിധി പ്രസ്താവന നടത്തി. അന്ന് മുതൽ ഈ പരീക്ഷയെ പൊളിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഈ സ്വാശ്രയ മാനേജ്മെന്റുകൾ. കാരണം ഈ ന്യൂനപക്ഷ സമുദായങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ രാജ്യത്ത് 47 മെഡിക്കൽ കോളേജുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കീഴിലുണ്ട്. അതിൽ 27 മുസ്ലിം വിഭാഗത്തിൽ, തൊട്ട് താഴെ ക്രിസ്ത്യൻ വിഭാഗം, സിഖ്, ജൈന വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സമുദായത്തിൽപ്പെട്ട 50% വരെ കുട്ടികൾക്ക് അവരവരുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവിടെ പ്രവേശനം കൊടുക്കാമെന്ന് അവർക്ക് അതിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നീറ്റ് പരീക്ഷാ മാനദണ്ഡ പ്രകാരം മുൻകാലങ്ങളിൽ മാനേജ്മെന്റുകൾക്ക് ഈ മാനേജ്മെന്റ് കോട്ടയെന്നോ NRI കോട്ടയെന്നോ പറഞ്ഞ് അവർക്ക് ഇഷ്ടക്കാർക്ക് സീറ്റ് കൊടുക്കാനുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിന് യോഗ്യതാ പരീക്ഷ പാസ്സാകണത് പോലും നിർബന്ധമില്ല എന്നൊക്കെ പറയപ്പെടുന്നു. എൻട്രൻസ് പാസ്സാകാത്തവർ പോലും അങ്ങനെ പ്രവേശനം നേടിയതായിട്ട് പല കഥകളും ഉണ്ട്. എന്നിരുന്നാലും യോഗ്യതാ പരീക്ഷയിൽ മാർക്ക് കുറവുള്ളവരും കാശുണ്ടെങ്കിൽ സീറ്റ് തരപ്പെടുത്തുമായിരുന്നു. ഇതായിരുന്നു പഴയ രീതി. പക്ഷെ ഇവിടെ നീറ്റ് നിർബന്ധമായതോടുകൂടി അങ്ങനെ മാനേജ്മെന്റ് കോട്ടയിൽ സീറ്റ് കൊടുക്കണമെങ്കിൽ പോലും അവർ നീറ്റ് പരീക്ഷ പാസ്സാകണമെന്നുണ്ട്. അപ്പൊ അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊടുക്കുക. ഇപ്പൊ മൊത്തം സീറ്റിന് ബേസിക്കലി 15% കേന്ദ്ര കോട്ടയായിട്ട്, അതായത് നമുക്ക് ഏത് സംസ്ഥാനത്തും പോയി പഠിക്കാം, അങ്ങനെ വെക്കണമെന്നുണ്ട്. ബാക്കി 85% സ്റ്റേറ്റ് കോട്ടയായിട്ട് വെക്കണം. ഈ സ്റ്റേറ്റ് കോട്ടയിൽ ആണ് ഈ അതത് സമുദായങ്ങൾക്ക് 50% സംവരണം, അല്ല മൊത്തം സീറ്റിൽ 50% അതത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയെല്ലാം ഈ മാനേജ്മെന്റുകൾക്ക് മുൻകാലങ്ങളിൽ പരമസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടാനുസരണ നിയമനം നടത്താൻ, പ്രവേശനം നടത്താനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ. അതിന് ഈ നീറ്റ് പരീക്ഷ ഒരു വെല്ലുവിളിയാണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ്, അതായത് MES, വെല്ലൂർ ക്രിസ്ത്യൻ കോളേജ് അടക്കമുള്ളവർ ഇക്കാര്യവും പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചതാണ് ഈ നീറ്റ് പരീക്ഷയ്ക്കെതിരെ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വാശ്രയ മേഖലയിൽ 22 മെഡിക്കൽ കോളേജുകൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ 11 ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിൽ വലിയ രീതിയിൽ പണം സമ്പാദിക്കാനായിട്ടുള്ള ഒരു മാർഗം അടയുന്ന ഒരു രീതിയാണ് ഈ നീറ്റ് പരീക്ഷ ഉണ്ടാക്കിയത്. അപ്പൊ ഈ നീറ്റ് പരീക്ഷ തകർക്കപ്പെടണം, ആ പരീക്ഷ നടത്തിപ്പ് തന്നെ ഇല്ലാണ്ടാകണമെന്നുള്ളത് ഇവരുടെയൊക്കെ കൂടി ആവശ്യമാണ്. അപ്പൊ അതിനെന്തുവാ വേണ്ടത്? ഇത്തരം സമരം ഉണ്ടാക്കി ഇതിന്റെ എന്താ പറയുക, സുതാര്യത നശിപ്പിച്ചു, ഈ നീറ്റിനെ ഒരു സംശയ നിഴലിൽ നിർത്തുക എന്നുള്ള കൃത്യമായ അജണ്ടയാണ്. യൂണിഫോമിറ്റി ഇല്ലാതാക്കുക. അതെ. അപ്പൊ ഇത് തകർക്കുക എന്നുള്ള ലക്ഷ്യം ഇവർക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ അന്വേഷണം നടത്തിയാൽ ആരൊക്കെയാണ് ഇപ്പൊ ഈ സമരക്കാർക്ക് കാശ് കൊടുക്കുന്നത് എന്നുള്ളത് ഏകദേശ പിക്ചർ കിട്ടും. ഇനി കുറച്ച് രസകരമായ സംഗതി കൂടി പറയാം. ഈ നമ്മുടെ ചില എൻട്രൻസ് കോച്ചിങ്ങുകാര് ഈ പണം വാങ്ങി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഈ ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലനം കൊടുത്തു. എന്നാൽ ചിലർ ആദായ വിൽപ്പന നടത്തി.
അതാണ് രസം. അങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത്. ഈ ടെലഗ്രാം വഴി ചില അടഞ്ഞ ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെട്ടു. ഈ ഇതിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് പുറത്തുനിന്നുള്ളവർക്ക് അതിൽ പ്രവേശനമില്ല. 5,000 മുതൽ 30,000 രൂപ വരെയാണ് അവിടെ ഈടാക്കിയത്. അപ്പൊ ആ പൈസ അടച്ചവർക്കൊക്കെ ആ ഗ്രൂപ്പിൽ ചേരാം. എന്നിട്ട് അവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ചിലർക്ക് ഒരു അക്ഷയപാത്രമായിരുന്നു. വമ്പൻ പണമായിരുന്നു ചെലവഴിച്ചുകൊണ്ടിരുന്നത്. കാര്യം ഈ MBBS പ്രവേശനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പലർക്കും ആ പ്രവേശനത്തോടു കൂടി ലൈഫ് സേഫാണ്. ഒരു പ്രൊഫഷണൽ ഡിഗ്രി, MBBS പോലുള്ള ഒരു ഡിഗ്രി കരസ്ഥമാക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പൊ അതിനെന്തൊക്കെ മാർഗം സ്വീകരിക്കാവോ അതെല്ലാം സ്വീകരിച്ചിട്ടുണ്ടാകണം. തീർച്ചയായിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കൂട്ടുകച്ചവടമായിരുന്നു, അതിങ്ങനെ നടത്തി വരികയാണ്. ഇതിന്റെ പിന്നിൽ വലിയ അന്വേഷണം നടത്തേണ്ടത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇപ്പോ യാദൃശ്ചികമായിട്ട് ആ ചോദ്യപേപ്പർ ലീക്ക് ആയതാണ് ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ പോലും അറിയുന്നത്, ഇപ്പൊ ഇരുന്ന് ഈ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എത്ര കോടി രൂപ മറിയുന്നുണ്ടാവും പിന്നാമ്പുറത്ത്. ഈ കള്ളത്തരം നടക്കുകയും ചെയ്യും. ഉറപ്പായിട്ടും. കാര്യം ഈ പറയുന്ന പണം ഉണ്ടെങ്കിൽ ഇതേപോലെ ആൾക്കാരെ സ്വാധീനിച്ച് ഈ രീതിയിൽ ചോദ്യപേപ്പർ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നറിയാം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. എന്നിട്ട് അല്ല, ഇതിന്റെ ദുഃഖകരമായ യാഥാർത്ഥ്യം എന്താ, ഇതിനിടയിൽ കഷ്ടപ്പെട്ട് പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികളുടെ ഭാവിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആശങ്കയിലായിട്ടുണ്ട്. അത് വാസ്തവമാണ്. പക്ഷേ ഇതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച വലിയൊരു മാഫിയ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള വസ്തുതയെ നമ്മൾ മറക്കരുത്. ഇപ്പൊ ഈ സമരം നടത്തുന്നവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക സ്രോതസ് ഇവർ തന്നെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും.